ഹായ്, ദിസ് ഈസ് സി എ ഷഹദ് അലി. നമ്മൾ ഇന്ന് സി എ, സി എം എ, സി എസ്, ഇന്ററിൻ്റെ ജി എസ് ടിയിലെ കോമ്പോസിഷൻ സ്കീം എന്നുള്ള സ്കീമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. എല്ലാ പ്രൊവിഷൻസും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു, ഇതോടുകൂടി നിങ്ങൾ കോമ്പോസിഷൻ സ്കീം നല്ലപോലെ അറിഞ്ഞിരിക്കും. ഓക്കെ, കോമ്പോസിഷൻ സ്കീമിൻ്റെ സെക്ഷൻ വരുന്നത് സി ജി എസ് ടി ആക്ടിലെ സെക്ഷൻ 10-ലാണ്. നോർമൽ ഉള്ള പോലെയല്ല കോമ്പോസിഷൻ സ്കീം എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്കീം, ആ പേര് തന്നെയാണ് ഇറ്റ്സ് എ സ്കീം. ആക്ച്വലി ഒരു ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ ഒരു സ്മോൾ ടാക്സ് പേയേഴ്സിന് ഗവൺമെന്റ് കൊടുത്ത ഒരു ഇളവ് പോലെ ഒരു ചെറിയ സ്കീം, അവർക്ക് മാത്രമായിട്ടുള്ള ഒരു സ്കീമാണ് ആക്ച്വലി കോമ്പോസിഷൻ സ്കീം. നമുക്ക് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്താണ് ഈ സ്കീമിൽ അടങ്ങിയിട്ടുള്ളത്? ഇത് ആർക്കാണ് എടുക്കാൻ പറ്റുക? ഇത് എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്താ, അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്താ, റെസ്ട്രിക്ഷൻസ് എന്താ, എടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താ, ഇതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് സെക്ഷൻ 10-ലാണ് ഇത് തുടങ്ങുന്നത്. ഓക്കെ, സെക്ഷൻ 10 പറയാണ്, അതായത് ഈ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആർക്ക്? അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറയാം. പക്ഷെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആർക്ക്? അതായത് നിങ്ങളെ ടേൺ ഓവർ, അതായത് നിങ്ങളുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ്. നിങ്ങളുടെ സെയിൽസ് നിങ്ങളൊരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണെങ്കിൽ, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ചില സ്റ്റേറ്റിനെ സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് അരുണാചൽ പ്രദേശ്, മിസോറാം, ത്രിപുര, നാഗാലാൻഡ്, മേഘാലയ, സിക്കിം, ഉത്തരാഖണ്ഡ്, ഇതിൽ മണിപ്പൂരും കൂടി ഉണ്ട്. ഇവിടെ കൊടുക്കാൻ വിട്ടുപോയതാണ്, മണിപ്പൂരും കൂടി ഉണ്ട്. ഇത്രയും സ്റ്റേറ്റിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. നിങ്ങളുടെ ടേൺ ഓവർ, നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 75 ലക്ഷത്തിൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പോസിഷൻ സ്കീം ഇക്കൊല്ലം എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റുകൾ ഇങ്ങനെ പഠിച്ചേക്കാൻ പാടല്ലേ? ഇത് നമുക്ക് ഈസി ആയിട്ട് എന്ത് പറയാം? നമുക്കൊരു ന്യൂമോണിക്സ് യൂസ് ചെയ്യാം. അതായത് ഉസ്മാൻ ടി, അതായത് യു ഫോർ ഉത്തരാഖണ്ഡ്, എസ് ഫോർ സിക്കിം, എം 3 എം ഉണ്ട്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, എ ഫോർ അരുണാചൽ പ്രദേശ് ആൻഡ് എൻ ഫോർ നാഗാലാൻഡ് ആൻഡ് ടി ഫോർ ത്രിപുര. ഇനി ഇത് മറക്കൂല, കാരണം വെച്ചാൽ ഈ സ്റ്റേറ്റ് പഠിച്ചു വെക്കണം. കാരണം ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഈ സ്റ്റേറ്റ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം, അവരുടെ ലിമിറ്റ് മാറും, 75 ആവും. പല കുട്ടികളും അത് തെറ്റിക്കാറുണ്ട് സ്റ്റേറ്റ് വ്യത്യാസപ്പെടുമ്പോൾ. ഓക്കെ, സ്റ്റേറ്റ് നോക്കണം, ഈ ഉസ്മാൻ ടിയിൽ വരുന്നതാണോ നോക്കുക. റിമൈനിങ് സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ 1.5 കോടി. അപ്പോൾ 1.5 കോടിക്ക് താഴെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ സ്കീം ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേൺ ഓവർ എങ്ങനെ കാണുക? എങ്ങനെയാണ് ടേൺ ഓവർ കാണണ്ടേ? ടേൺ ഓവർ കാണാൻ താഴെ പറയുന്നുണ്ട്. അതായത് എല്ലാ ടാക്സബിൾ സപ്ലൈസും ഇൻക്ലൂഡ് ചെയ്യണം. ഓൾ ടാക്സബിൾ സപ്ലൈസ് വിൽ ബി ഇൻക്ലൂഡഡ്. ഓക്കെ, പ്ലസ് എല്ലാ എക്സം സപ്ലൈസും ഇൻക്ലൂഡ് ചെയ്യണം. എക്സം സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സ് ഇല്ലാത്ത ഐറ്റംസ്, ടാക്സ് പെർസെൻറ്റേജ് വരാത്ത, ടാക്സ് വരാത്ത ഐറ്റംസിനാണ് എക്സം സപ്ലൈ എന്ന് പറയുക. എക്സാമ്പിൾ ആയിട്ട് എഡ്യൂക്കേഷൻ, ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ കോളേജിൽ എഡ്യൂക്കേഷൻസിന് എന്തില്ല? എക്സം ടാക്സ് ഇല്ല. അങ്ങനത്തെ ഐറ്റംസിനാണ് എക്സം സപ്ലൈ എന്ന് പറയുക. അപ്പോൾ ടാക്സബിൾ സപ്ലൈ എടുക്കണം, എക്സം സപ്ലൈ എടുക്കണം, അതേപോലെ നോൺ ടാക്സബിൾ സപ്ലൈസ് കൊടുക്കണം. അതായത് ജി എസ് ടിയിൽ വരാത്ത കുറേ ഐറ്റംസ് ഉണ്ട്. അങ്ങനത്തെ സപ്ലൈ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെയിൽസ് നമ്മൾ കൺസിഡർ ചെയ്യണം. പക്ഷെ എന്ത് കൺസിഡർ ചെയ്യാൻ പാടില്ല? ഈ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതേ കൺസിഡർ ചെയ്യാൻ പാടില്ല എന്ന്, മൈനസ് ചെയ്യണം എന്നല്ല. ഇൻവേർട്ട് സപ്ലൈ അണ്ടർ ആർ സി എം അനുസരിച്ചിട്ടുള്ള വല്ല പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആർ സി എം എന്താണെന്ന് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. നമ്മൾ വരും വീഡിയോസിൽ ആർ സി എമ്മിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം അനുസരിച്ചിട്ട് വല്ല പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത്, കാരണം അത് പർച്ചേസ് അല്ലേ. ടേൺ ഓവറിൽ എന്തിനോടോ പർച്ചേസ് കൂട്ടേണ്ട ആവശ്യമില്ല. ദെൻ ജി എസ് ടികളൊന്നും ഇൻക്ലൂഡ് ചെയ്യരുത്. അതല്ലാതെ ഉള്ളതിനെയാണ് അഗ്രിഗേറ്റ് ആണ്. അപ്പോൾ അഗ്രിഗേറ്റ് ആണ് എടുക്കുമ്പോൾ എല്ലാ ടാക്സബിൾ സപ്ലൈ എടുക്കുക, എല്ലാ എക്സം സപ്ലൈസ് എടുക്കുക. ഓക്കെ, ഇനി എക്സം സപ്ലൈയിൽ എടുക്കാൻ പാടില്ലാത്ത ഒരു ഐറ്റം ഉണ്ട്. ബട്ട് ഷാൾ നോട്ട് ഇൻക്ലൂഡ്. എക്സം സപ്ലൈയിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യരുത്? ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ത് ചെയ്യരുത്? ഇൻക്ലൂഡ് ചെയ്യരുത്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇല്ല, അത് എക്സംറ്റാ, അതൊരു എക്സം സപ്ലൈയാ. പക്ഷേ ആ എക്സം സപ്ലൈ ടേൺ ഓവർ, കോമ്പോസിഷൻ സ്കീമിന്റെ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കരുത്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ കാൽക്കുലേഷൻ്റെ ക്വസ്റ്റ്യൻ തരും. അതിൽ ഇങ്ങനെ കുറേ ടാക്സബിൾ സപ്ലൈ, എക്സം സപ്ലൈ എന്നൊക്കെ തരും. ആ എക്സം സപ്ലൈയിൽ ചിലപ്പം ബ്രാക്കറ്റ് ഇട്ട് തരും. അതിലൊരു 10 ലക്ഷം ഇൻട്രസ്റ്റിന്റെ നേച്ചറാണെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യണം? 10 ലക്ഷം എടുക്കരുത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് എക്സംപ്റ്റ് ആണെങ്കിലും അത് അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ കാൽക്കുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യരുത് എന്നുള്ള പോയിന്റ് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നുള്ളൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമ്പോസിഷൻ സ്കീം എലിജിബിൾ അല്ലാത്ത ആർക്കൊക്കെ. അപ്പം ഞാൻ ആ ഒരു ഇതിലോട്ട് കയറാം കേട്ടോ, ആ ട്രാക്കിലോട്ട് കയറാണ്. കോമ്പോസിഷൻ സ്കീം എപ്പോഴും എടുക്കാൻ പറ്റാന്ന് പറഞ്ഞ് എടുത്താലുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഇനി പഠിക്കാനുണ്ട്. പക്ഷേ ഇനി എടുക്കാൻ പറ്റാത്തത് ആരൊക്കെ? അതൊക്കെ ഹു ഈസ് നോട്ട് എലിജിബിൾ ടു ഓപ്റ്റ് ഫോർ കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റാത്തത് ആർക്കൊക്കെ? എടുക്കാൻ പറ്റാത്തത്, ഒന്ന്, അയാൾ സപ്ലൈ ഓഫ് സർവീസ് ചെയ്യുന്ന ആളാവരുത്. അതായത് സപ്ലൈ ഓഫ് സർവീസ് ചെയ്യുന്ന ആൾക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ലേ? അതെ, സപ്ലൈ ഓഫ് ഗുഡ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഓക്കെ, അതൊന്ന്. പക്ഷേ ഒരു സർവീസിന് മാത്രം കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റും. ഏതാണ് ആ സർവീസ്? ഖാന റെസ്റ്റോറൻറ്റ് സർവീസ്. നമ്മൾ റെസ്റ്റോറൻറ്റ് സർവീസസിന് എന്ത് ചെയ്യാം? കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, റെസ്റ്റോറൻറ്റ് സർവീസിന് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. വേറെ ഏതെങ്കിലും സർവീസ് സെക്ടറിൽ പെട്ട ആൾക്കാരാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 10 സബ്സെക്ഷൻ 1 അനുസരിച്ചിട്ടുള്ള കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ഓക്കെ, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് നോക്കണേ. അപ്പോൾ സർവീസ് സെക്ടറിൽ പെടുന്ന ആൾക്കാർക്ക് റെസ്റ്റോറൻ്റ് ആണെങ്കിൽ പറ്റും, അല്ലാത്ത സർവീസ് സെക്ടറിൽ പെടുന്ന ആൾക്കാർക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ ആർക്കാം? ഈസ് നോട്ട് എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വിച്ച് ആർ നോട്ട് ലെവിയബിൾ ടു ടാക്സ് അണ്ടർ ദിസ് ആക്ട്. GST ലെവിയബിൾ അല്ലാത്ത വല്ല ഐറ്റംസ് ആണ് വിൽക്കുന്നുണ്ടെങ്കിലും അവർക്കും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. അതായത് GST ഇല്ലാത്ത ഐറ്റംസ് വല്ലതും വിൽക്കുന്ന ആൾക്കാരാണ്. എക്സംപ്റ്റ് അല്ലട്ടാ, എക്സംപ്റ്റും നോൺ ടാക്സിബിളും വ്യത്യാസമുണ്ട്. നോൺ ടാക്സബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST പെടാത്ത ഐറ്റംസ് വല്ലതും ഉണ്ടെങ്കിൽ, പെട്രോളൊക്കെ പോലത്തെ അങ്ങനത്തെ ഐറ്റംസ് വിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. അതേപോലെ വെരി ക്രൂഷ്യൽ പോയിന്റ് ആണ്, ഇന്റർ സ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ നടത്തുന്ന ആൾക്കാർക്കും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. എന്താ ഈ ഇന്റർ സ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ? പുറത്തോട്ട് മറ്റ് സ്റ്റേറ്റിലോട്ട് വല്ലതും സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും അവർക്കും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു സ്റ്റേറ്റിലോട്ടൊന്നും സാധനം വിൽക്കാൻ പറ്റില്ല? പറ്റൂല. ഇന്റർ സ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ പോസിബിൾ അല്ല, പാടില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ. അതിൻ്റെ ലോജിക്ക് എന്തായിരിക്കും? ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ വന്ന് വിൽക്കുന്ന ആൾക്കാർക്ക് കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്ത പോയിന്റാ ഇന്റർ സ്റ്റേറ്റ്. എടാ, ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ വല്ല പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ അത് ഓഫ് കോഴ്സ് എന്തായിട്ട് വരും? ഇന്റർ സ്റ്റേറ്റ് വരൂലേ? അല്ലെങ്കിൽ ഞാൻ വല്ലതും വിറ്റ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വരും. അതുകൊണ്ടാണ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ വിൽക്കുന്ന ആൾക്കാർക്ക് കോമ്പോസിഷൻ സ്കീം പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ ഒരു ചെറിയൊരു അമെൻമെന്റ് ഈ അടുത്ത് വന്ന്, അതായത് ഇങ്ങനെ പറഞ്ഞത് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. അതായത് കോമ്പോസിഷൻ സ്കീം എന്ത് ചെയ്യാം? സ്റ്റിൽ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ വിൽക്കുമ്പോൾ ഓപ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇന്റർ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റൂല. അതായത് ഫ്ലിപ്കാർട്ടിലൂടെ എനിക്ക് വിൽക്കാം, കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്തിട്ടും എനിക്ക് ഫ്ലിപ്കാർട്ടിലൂടെ വിൽക്കാം. പക്ഷേ എൻ്റെ ഇന്റർ സ്റ്റേറ്റ് അലൗഡ് ആവില്ല. എൻ്റെ പ്രൊഡക്റ്റ് കേരളത്തിൽ മാത്രം, ഞാൻ എവിടെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവിടെ മാത്രമേ എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ആവുള്ളൂ ഫ്ലിപ്കാർട്ടിൽ. ഓക്കെ, അങ്ങനെ ചെയ്യാം. അതൊരു പുതിയ അമെൻമെന്റ് ആയിരുന്നു. അതേപോലെ ഇതെടുക്കാൻ കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റാത്ത മറ്റു ടീം ഈസ് നോട്ട് എ മാനുഫാക്ചർ. ഈ താഴെ പറഞ്ഞ പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചർ ആവാൻ പാടില്ല. ഐസ്ക്രീം, അരേറ്റഡ് വാട്ടർ, പാൻ മസാല, ടൊബാക്കോ, ഫ്ലൈ ആഷ് ബ്രിക്സ്, ഫ്ലൈ ആഷ് അഗ്രിഗേറ്റ്, ഫ്ലൈ ആഷ് ബ്ലോക്സ്, ബ്രിക്സ്, ബിൽഡിംഗ് ബ്രിക്സ്, എർത്തേൺ ഓർ റൂഫിംഗ് ടൈൽസ്, ഇത്രയും പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്ക് കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റൂല. ട്രേഡർക്ക് എടുക്കാം. ഹി ഈസ് എ ട്രേഡർ, ദെൻ നോ ഇഷ്യൂ. ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കോമ്പോസിഷൻ സ്കീം എടുക്കാം. മാനുഫാക്ചർ ആണെങ്കിൽ പറ്റില്ല. അത് മനസ്സിലാക്കി വെക്കണേ. കാരണം ക്വസ്റ്റ്യനിൽ തരുമ്പോൾ ശ്രദ്ധിക്കണം. ഐസ്ക്രീമിന് തന്ന പാട് നിങ്ങൾ നോക്കണം. അങ്ങനെ നേരെ ചാടിക്കയറി ആൻസർ പറയരുത്. ഐസ്ക്രീം തന്നു കഴിഞ്ഞാൽ ഐസ്ക്രീം ട്രേഡർ ആണോ മാനുഫാക്ചർ ആണോ നോക്കണം. മാനുഫാക്ചർക്ക് കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റില്ല, ട്രേഡർക്ക് എടുക്കാം. ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സണോ ഒരു നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സണോ കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റില്ല. വരും വീഡിയോസിൽ നമ്മൾ പഠിക്കും ആരാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, ആരാണ് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. സോ ഭയം വേണ്ട. ഓക്കെ, ഇനി അപ്പൊ ഇത്രയും പേഴ്സൺസിന് കോമ്പോസിഷൻ സ്കീം എലിജിബിൾ അല്ല. ഇത് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 2. വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളെല്ലാം പറയുന്നുണ്ട്, എല്ലാ പോയിന്റും പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു പോയിന്റ് പറയാണ്. ഇത് കുറെ ക്വസ്റ്റ്യനിൽ ചോദിച്ചൊരു കാര്യമാണ്. അതായത് എനിക്ക് കാലിക്കറ്റ് ഒരു മൊബൈൽ ബിസിനസ് ഉണ്ട്. ഓക്കെ, എനിക്ക് മലപ്പുറത്ത് ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് ഉണ്ട്. ഇങ്ങനെ 2 ബിസിനസ് എൻ്റെ പേര് തന്നെ ഉണ്ട്. അപ്പൊ ചോദിക്കുകയാണ്, കാലിക്കറ്റുള്ള മൊബൈൽ ബിസിനസ് കോമ്പോസിഷനിലും ഓക്കെ മലപ്പുറത്തുള്ള ടെക്സ്റ്റൈൽ ബിസിനസ് റെഗുലറിലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് ഒന്ന് കോമ്പോസിഷൻ ഒന്ന് റെഗുലർ, അങ്ങനെ പറ്റുമോ? പറ്റത്തില്ല. അതാണ് ഈ നോട്ട് പറയുന്നത്. മോർ ദാൻ 1 രജിസ്റ്റേർഡ് പേഴ്സൺ ഹാവിങ് എ സെയിം പാൻ. ഒരു പാൻ കാർഡിൽ തന്നെ മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻസ് എടുക്കാന്നുണ്ടെങ്കിൽ അതെല്ലതും ഒരേപോലെ ആയിരിക്കണം. ഒന്നെങ്കിൽ എല്ലതും കോമ്പോസിഷൻ, അല്ലെങ്കിൽ എല്ലതും റെഗുലർ. രണ്ടും കൂടി പറ്റൂല. ഓക്കെ, രണ്ടും കൂടി പറ്റൂല. ഓക്കെ, ഇനി അടുത്തൊരു നോട്ട്. പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, കച്ചവടക്കാർക്ക് വരെയുള്ള സംശയമാണ്. അതായത് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർ സ്റ്റേറ്റേ പറ്റൂല. ഇന്റർ സ്റ്റേറ്റേ പറ്റൂല എന്നല്ല, ഇന്റർ സ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ പറ്റൂല എന്നാ പറഞ്ഞത്. പക്ഷെ ഇൻവേർഡ് സപ്ലൈ നടക്കും. ഇന്റർ സ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈക്ക് റെസ്ട്രിക്ഷൻ ഇല്ല, നടക്കും. ഇന്റർ സ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ പറ്റൂല എന്നാ പറഞ്ഞത്. അപ്പൊ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ്, പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർഡ് സപ്ലൈ, വാങ്ങല്, പർച്ചേസ്. അതായത് ഇന്റർ സ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈ ഈസ് പോസിബിൾ, ഔട്ട്വേർഡ് സപ്ലൈ പോസിബിൾ അല്ല.
ഓക്കെ, അടുത്തത് പറയാനുള്ള ഒരു കാര്യം ഇനി ഓക്കെ, കോമ്പോസിഷൻ സ്കീം എടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകതകൾ എന്തൊക്കെ? പ്രത്യേകതകൾ ഇതാണ്. ഒന്ന്, കോമ്പോസിഷൻ സ്കീം എടുക്കുന്ന ആൾക്കാർ ഷാൾ നോട്ട് കളക്ട് എനി ടാക്സ് ഫ്രം ദി റിസീപ്പിയന്റ് ഓൺ സപ്ലൈസ് മെയ്ഡ് ബൈ ഹിം. അയ്യോ, ഞാൻ കോമ്പോസിഷൻ സ്കീമാണ് എടുത്തുകണെന്നുണ്ടെങ്കിൽ ഞാൻ സാധനം വിൽക്കുമ്പോൾ കസ്റ്റമറെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങാൻ പാടില്ല. ഒന്ന്, ആഹാ, കസ്റ്റമറെ കയ്യിൽ നിന്ന് ഞാൻ ടാക്സ് വാങ്ങണ്ട, ആയിക്കോട്ടെ, കസ്റ്റമർക്ക് ടാക്സ് ഇല്ലാതെ എൻ്റെ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ വിറ്റാൽ മതി. ഓക്കെ, ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഷാൾ നോട്ട് ബി എലിജിബിൾ ടു ക്ലെയിം എനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അതായത് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത ടാക്സ് ഞാൻ ഫർദർ സപ്ലൈക്ക് വേണ്ടി വാങ്ങിയതല്ലേ, ഞാൻ ഫർദർ സപ്ലൈക്ക് വേണ്ടി വാങ്ങിയ ടാക്സ്, വാങ്ങിയ ഗുഡ്സിന്റെ ടാക്സ് എനിക്ക് തിരിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. വരും വീഡിയോസിൽ അതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്, വെയിറ്റ് ഫോർ ദാറ്റ് വീഡിയോ. ഓക്കെ, സോ അതായത് ഞാൻ ബിസിനസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയ ഗുഡ്സ് അല്ലേ, ആ ഗുഡ്സിൻ്റെ ആ ഗുഡ്സ് വാങ്ങുമ്പോൾ ഞാൻ കുറച്ച് ടാക്സ് കൊടുത്തിട്ടുണ്ടാവില്ലേ, അതെനിക്ക് തിരിച്ച് ഇൻപുട്ട് ആയിട്ട് കിട്ടൂലേ? കിട്ടും. പക്ഷേ കോമ്പോസിഷൻ സ്കീമാണെന്നുണ്ടെങ്കിൽ കിട്ടൂല. ഓക്കെ, അപ്പോൾ കസ്റ്റമർ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങാനും പാടില്ല, എനിക്ക് ഇൻപുട്ട് കിട്ടൂല. ഓക്കെ, ശരി, ആയിക്കോട്ടെ. അതാണ് ഈ സ്കീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്താ ഇപ്പോൾ? അതായത് കസ്റ്റമറിൽ നിന്ന് വാങ്ങാനും പാടില്ല, അതാക്കാനും പാടില്ല, പിന്നെ ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്താ? പറഞ്ഞുതരാം. ഉണ്ട്, വരുമാനം ഉണ്ട്. അതായത് അതേപോലെ പിന്നൊരു കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇഷ്യൂ ചെയ്യുന്ന സാധനം ബിൽ ഓഫ് സപ്ലൈ ആണ്. ഇത് MCQന് ചോദിക്കുന്ന ഒരു സാധനമാണ്. അതായത് കോമ്പോസിഷൻ സ്കീമാർ ഇഷ്യൂ ചെയ്യുന്നത് ടാക്സ് ഇൻവോയ്സ് അല്ല, ബിൽ ഓഫ് സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യാറ്. ഓക്കെ, ഇത് മതി ഇവിടെ ഈ പോയിന്റിൽ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നേരെ മേലോട്ട് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, ദേ ആർ നോട്ട് എലിജിബിൾ ഫോർ എന്ത്, സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് കോമ്പോസിഷൻ പറ്റൂല എന്ന് പറഞ്ഞിരുന്നു. എക്സെപ്റ്റ് റെസ്റ്റോറൻറ്റ് സർവീസ്, അതായത് റെസ്റ്റോറൻറ്റ് സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാം, പക്ഷേ അല്ലാത്തവർക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. അല്ലാത്ത സർവീസ് ഇട്ടാ. അപ്പോൾ ഒരു ചോദ്യം, ഞാനേ ഒരു മൊബൈൽ ആക്സസറീസ് കച്ചവടം ചെയ്യുന്ന ആളാണ്, വെദർ ഐ എം എലിജിബിൾ ഫോർ കോമ്പോസിഷൻ? യെസ്, ആക്സസറീസ് അല്ലേ, ഗുഡ്സ് അല്ലേ, പറ്റും. ഞാൻ മൊബൈൽ റിപ്പയറിംഗ് സെൻറ്റർ ചെയ്യുന്ന ഒരാളാണ്, വെദർ ഐ എം എലിജിബിൾ ഫോർ കോമ്പോസിഷൻ സ്കീം? അല്ല, പറ്റൂല, കാരണം സർവീസ് സെക്ടർ അല്ലേ. അപ്പോളേ എനിക്ക് മറ്റൊരു സംശയം, ഞാൻ മേജറായിട്ട് മൊബൈൽ ആക്സസറീസ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് റിപ്പയറിംഗ് സർവീസും കൂടി ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ ഗുഡ്സ് പ്ലസ് സർവീസ് ആയില്ലേ, അപ്പോൾ കോമ്പോസിഷൻ പറ്റുമോ? സംശയം വന്നില്ലേ? വരണം. അങ്ങനെയുള്ളതിനുള്ള ഒരു പ്രൊവിഷൻ വെക്കുകയാണ്. അതായത് നിങ്ങൾ ഗുഡ്സ് മാത്രം ചെയ്യുകയാണെങ്കിലാണ് കോമ്പോസിഷൻ ശരിക്കും പറ്റുക. പക്ഷെ ഗുഡ്സിൻ്റെ കൂടെ കുറച്ച് സർവീസ് ചെയ്യുന്നതിൽ തെറ്റില്ല. കുറച്ച് ഒരു ലിമിറ്റ് ഞങ്ങൾ പറയുന്നുണ്ട്, GST പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സർവീസ് കൂടി ചെയ്യാം. ആ ലിമിറ്റ് എത്രയാണ്? എ പേഴ്സൺ ഹു ഹോപ്പ് ടു പേ ടാക്സ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 1, അതായത് കോമ്പോസിഷൻ എടുത്ത ഒരാൾക്ക് മേ ആണ്, നിർബന്ധമൊന്നും പറയുന്നില്ല, സപ്ലൈ സർവീസും കൂടി ചെയ്യാം. എത്ര വരെ? വാല്യൂ നോട്ട് എക്സീഡിങ് 10% ഓഫ് ദി ടേൺ ഓവർ ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ എത്രയാണോ, ഇൻ ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ, കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ എത്രയാണോ ആ ടേൺ ഓവറിൻ്റെ 10% വരെയോ അല്ലെങ്കിൽ 5 ലക്ഷം വരെയോ, വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 60 ലക്ഷം ആടോ, അങ്ങനെയാണെങ്കിൽ ഈ വർഷം എനിക്ക് കോമ്പോസിഷൻ ഗുഡ്സ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റിൽ സർവീസും കൂടി കൂടെ ഉണ്ടെങ്കിലും എനിക്ക് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര വരെ? എൻ്റെ ഈ വർഷത്തെ സർവീസ് എത്ര വരെ പോകാൻ പാടുള്ളൂ? 60 ലാഖിൻ്റെ 10%ഓ 5 ലക്ഷമോ, വിച്ച് എവർ ഈസ് ഹയർ. ഏതാ ഹയർ? 60 ലാഖിൻ്റെ 10%, 6 ലാഖ് അല്ലേ ഹയർ. അപ്പോൾ 6 ലാഖ് വരെ എനിക്ക് ഈ വർഷം സർവീസും കൂടി ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷെ അതിൻ്റെ മേലോട്ട് വല്ലതും പോവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? കോമ്പോസിഷൻ സ്കീം മാറി റെഗുലർക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. റെഗുലർ കണ്ടീഷൻ ബ്രേക്ക് ആയില്ലേ, റെഗുലർ സ്കീമിലോട്ട് മാറേണ്ടി വരും. ഓക്കെ, അതും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് ഗുഡ്സ് മാത്രമല്ല സർവീസും കൂടെ ചെയ്യാം, അപ് ടു എ ലിമിറ്റ്. ഒരു ലിമിറ്റ് വരെ എനിക്ക് ചെയ്യാം. ആ ലിമിറ്റ് എത്രയാ? 10% ഓഫ് പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ടേൺ ഓവർ ഓർ 5 ലാഖ്, വിച്ച് എവർ ഈസ് ഹയർ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, നേരത്തെ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാണ്. അതായത് അപ്പോൾ ഗവൺമെന്റിന് എന്താ വരുമാനം കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ? അതായത് കസ്റ്റമർ കയ്യിൽ നിന്നൊന്നും ടാക്സ് വാങ്ങുന്നില്ലല്ലോ, പിന്നെ ഗവൺമെന്റിന് ഇപ്പം അഡീഷണൽ വരുമാനം എന്താ വരുന്നതൊന്നും വരുന്നില്ലല്ലോ, ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നില്ല. ഓക്കെ ഫൈൻ, ആ വരുമാനം ഗവൺമെന്റിന് ഉണ്ട്. പക്ഷേ അതല്ലാതെ ഈ ഞാൻ സെയിൽ നടത്തുന്നതിന് പ്രത്യേകിച്ച് വരുമാനം ഗവൺമെന്റിന് കിട്ടുന്നില്ലല്ലോ. ഉണ്ട്. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവർ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാക്സ് കയ്യിൽ നിന്ന് അടക്കണം. ഇപ്പം ഞാൻ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ സെയിൽസിൻ്റെ ഇവർ പറയുന്ന ഒരു ശതമാനമുണ്ട്, ആ ശതമാനം എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിക്ക് ഞാൻ തന്നെ പേ ചെയ്യണം. കസ്റ്റമർക്ക് വാങ്ങാൻ പാടില്ല, ഞാൻ തന്നെ പേ ചെയ്യണം.
അപ്പം അപ്പം അത് നഷ്ടമല്ലടോ, ഞാൻ തന്നെ പേ ചെയ്യാൻ തന്നെ വലിയ എമൗണ്ട് ആവില്ല. പക്ഷെ വലിയ പെർസെൻറ്റേജ് അല്ല, ചെറിയ പെർസെൻറ്റേജാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ലാഭമായിരിക്കും. കസ്റ്റമർക്ക് ടാക്സ് വാങ്ങണ്ടല്ലോ. അപ്പം ആ റേറ്റിന് കസ്റ്റമറിന് കൊടുക്കാമല്ലോ. അത് ചിന്തിക്കണം. അതായത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ടാക്സ് ആകുമ്പോൾ കസ്റ്റമറിന് കൊടുക്കുന്ന വില കൂടും അല്ലേ? അപ്പോൾ ഇവിടെ ടാക്സ് കളക്ട് ചെയ്യേണ്ടെന്നാ പറഞ്ഞത്. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റിൽ എനിക്ക് വിൽക്കാം. അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രം ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് അടച്ചാലും സ്റ്റിൽ കസ്റ്റമേഴ്സ് എനിക്ക് കൂടുതൽ കിട്ടൂലേ? എനിക്ക് അത്രയും റേറ്റ് കുറച്ച് കൊടുത്തൂലേ? ആ രീതി പെർസ്പെക്റ്റീവ് ചിന്തിക്കുകയാണെങ്കിൽ ഓക്കെ. സോ അതൊരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ചിന്തിക്കുന്ന കച്ചവടക്കാരുണ്ട്. പക്ഷെ എല്ലാവർക്കും സ്യൂട്ടബിൾ അല്ല കോമ്പോസിഷൻ. അത് ഞാൻ പറയാം ഓപ്പൺ ആയിട്ട്. പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ എവരി വൺ. എല്ലാവർക്കും കോമ്പോസിഷൻ സ്കീം സ്യൂട്ടബിൾ അല്ല. ചില കൂട്ടർക്ക് മാത്രം സ്യൂട്ടബിൾ ആണെന്ന് പറയാം. ഓക്കെ. അപ്പോൾ നോക്കിയിട്ട് നമ്മൾ ബിസിനസ് നാച്ചർ നോക്കിയിട്ടാണ് നമ്മൾ കോമ്പോസിഷൻ വേണോ വേണ്ടെന്ന് തീരുമാനിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളൊരു മാനുഫാക്ചർ ആണെന്നുണ്ടെങ്കിൽ 0.5% ഓഫ് ദി ടേൺ ഓവർ എന്ത് ചെയ്യുക? നിങ്ങൾ ഗവൺമെൻറ് കിടക്കുക. 0.5% ഓഫ് ദി ടേൺ ഓവർ. ഓക്കെ. 0.5 CGST ആണ്, ഇപ്പുറത്തെ SGST വരെ. അങ്ങനെ ടോട്ടൽ 1% ആണ്. ഓക്കെ. നിങ്ങളൊരു നമ്മുടെ റെസ്റ്റോറൻറ്റ് സർവീസ് പറ്റുമല്ലോ കോമ്പോസിഷൻ സ്കീം. റെസ്റ്റോറൻറ്റ് സർവീസിൽ പെട്ട ആളാണെന്നുണ്ടെങ്കിൽ 2.5% ഓഫ് ദി ടേൺ ഓവർ അടക്കുക. 2.5 CGST, 2.5 SGST, മൊത്തം 5% പോക്കറ്റിൻ്റെ അടക്കുക. ഏതിൻ്റെ? ടേൺ ഓവറിൻ്റെ. ടേൺ ഓവർ തന്നെ സെയിൽസിൻ്റെ. നിങ്ങളൊരു അതർ സപ്ലയർ, അതായത് ട്രേഡർ ആട്ടോ ഉദ്ദേശിക്കുന്ന, ട്രേഡർ, മാനുഫാക്ചറർ, ട്രേഡർ ബാക്കിയുള്ളവർ, അതായത് അവരടക്കേണ്ടത് 0.5% ഓഫ് ദി ടേൺ ഓവർ ഓഫ് ദി ടാക്സബിൾ സപ്ലൈസ്. ഇതെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇവിടെ ടേൺ ഓവർ എന്നാണ് യൂസ് ചെയ്ത വേർഡ്, ഇവിടെ ടാക്സബിൾ സപ്ലൈയുടെ ടേൺ ഓവർ എന്നാണ് യൂസ് ചെയ്തത്. യെസ്, വ്യത്യാസമുണ്ട്. ഇവിടെ യൂസ് ചെയ്തത് ടോട്ടൽ ടേൺ ഓവർന്നും ഇവിടെ യൂസ് ചെയ്തത് ടാക്സബിൾ ടേൺ ഓവറുമാണ്. ടോട്ടൽ ടേൺ ഓവറും ടാക്സബിൾ ടേൺ ഓവറാണ് യൂസ് ചെയ്തത്. ഓക്കെ. എന്തായി ടാക്സബിൾ ടേൺ ഓവറും ടോട്ടൽ ടേൺ ഓവറും വ്യത്യാസം? ടോട്ടൽ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് എക്സം സപ്ലൈ. ടോട്ടൽ ടേൺ ഓവർ ടാക്സബിൾ ആയിട്ടും എക്സം ആയിട്ടും ഒക്കെ വിറ്റതിൻ്റെ മുകളിലും ഞാൻ 1% കൊടുക്കണം. പക്ഷേ ട്രേഡർ ആണെങ്കിൽ ഏതിൻ്റെ മാത്രം കൊടുത്താൽ മതി? ടാക്സബിൾ ആയിട്ടുള്ള ഐറ്റംസ് വിറ്റതിൻ്റെ സെയിൽസിൻ്റെ പോർഷൻ്റെ മുകളിൽ മാത്രം 1% കൊടുത്താൽ മതി. ആ വ്യത്യാസം മറക്കരുത്. കാരണം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദി എക്സാം പെർസ്പെക്റ്റീവ്. മാനുഫാക്ചറുടെ GST ലയബിലിറ്റി കാണാൻ ചോദിക്കും, ട്രേഡറുടെ GST ലയബിലിറ്റി കാണാൻ ചോദിക്കുമ്പോൾ മാനുഫാക്ചർ മറക്കരുത്. ടോട്ടൽ ടേൺ ഓവർ എടുക്കേണ്ടത്, ടോട്ടൽ ടേൺ ഓവറിൻ്റെ മുകളിലാണ് GST റേറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ട്രേഡറിൻ്റെ കേസിൽ ടാക്സബിൾ ടേൺ ഓവറിൻ്റെ മുകളിലാണ് GST റേറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. മറക്കരുത്. റെസ്റ്റോറൻറ്റ് ആണെങ്കിലും ടോട്ടൽ ടേൺ ഓവറിൻ്റെ മുകളിലാണ് GST റേറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. മറക്കരുത്. ട്രേഡറിൻ്റെ കേസിൽ മാത്രമാണ് ടാക്സബിൾ ടേൺ ഓവറിൻ്റെ മുകളിൽ GST റേറ്റ് അപ്ലൈ ചെയ്യുന്നത്. മറക്കരുത്. എക്സാമിന് വെരി റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടർക്ക് ഭയങ്കര വിഷമം. ഏത് കൂട്ടർക്ക്? സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അതായത് ഇപ്പോൾ പ്യുവർലി സർവീസ് ചെയ്യുന്ന ഒരാൾക്ക് കോമ്പോസിഷൻ ഇല്ലല്ലോ. സെക്ഷൻ 10 സബ്സെക്ഷൻ 1 അനുസരിച്ച് ഗുഡ്സ് ചെയ്യുന്നവർക്ക്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സർവീസ് ചെയ്യാന്നുള്ള ലിമിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സർവീസ് മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് കോമ്പോസിഷൻ ഉണ്ട്. അങ്ങനത്തെ സന്തോഷ വാർത്ത ഉണ്ട്. ഏതാണ് ആ സെക്ഷൻ? സെക്ഷൻ 10(2)A അനുസരിച്ചിട്ട് അങ്ങനത്തെ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. പക്ഷേ ലിമിറ്റും കാര്യങ്ങളൊക്കെ ചെറിയൊരു മാറ്റമുണ്ട്. അവിടെ 1,75,00,000 പറഞ്ഞത്. ഇവിടെ ഒറ്റ ലിമിറ്റ് ഉള്ളൂ. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൻ്റെ ഡിഫറൻസ് ഒന്നുമില്ല. ഒറ്റ ലിമിറ്റ് 50 lakh. 50 ലക്ഷത്തിൻ്റെ താഴെയാണ് നിങ്ങളുടെ ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സർവീസ് സെക്ടർ പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. ഈ സ്കീം സെക്ഷൻ 10(2)A അനുസരിച്ച് ഓപ്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GST റേറ്റ് എത്രയെന്ന് അറിയോ? അതായത് സപ്ലയർ ഇവിടെ കൊടുക്കേണ്ട ടാക്സ് റേറ്റ് 6% ആണ്. അപ്പം ഞാൻ സെക്ഷൻ 10(2)A അനുസരിച്ച് GST രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ, കോമ്പോസിഷൻ സ്കീം എടുക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ സെയിൽസിൻ്റെ, എൻ്റെ ടേൺ ഓവറിൻ്റെ 6% പേ ചെയ്യണം. ആൻഡ് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ. അത്ര സ്യൂട്ടബിൾ അല്ല. 6% കയ്യിൽ നിന്ന് പോകുകയെന്ന് പറയുമ്പോൾ അത്ര സ്യൂട്ടബിൾ അല്ല. പിന്നെ സർവീസ് സെക്ടർ പെട്ടെന്ന് ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മെജോറിറ്റി സർവീസസും 50 lakh ഒക്കെ ക്രോസ് ചെയ്യും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. ഇപ്പം കോൺട്രാക്ട് സർവീസും എഡ്യൂക്കേഷൻ സർവീസും ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ക്രോസ് ചെയ്യും. അപ്പം അങ്ങനെയുണ്ട്. അപ്പോൾ ഇത്ര സ്യൂട്ടബിൾ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. സോ അടുത്തൊരു കാര്യമുള്ളത് ചെറിയൊരു ബ്രീഫായിട്ട് 2-3 കാര്യങ്ങളും പറയാം. അതോടുകൂടി കോമ്പോസിഷൻ തീർന്നു. ഒന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ GST രജിസ്ട്രേഷൻ കൂടെ അപ്ലൈ ചെയ്താൽ മതി. അതായത് പുതിയതായിട്ട് GST രജിസ്ട്രേഷൻ എടുക്കാൻ പോകുന്ന ആളാണെങ്കിൽ അയാൾ ഫോം GST REG 01 എന്നുള്ള ഫോം ഉണ്ട്. അതായത് നമ്മുടെ GST ആപ്ലിക്കേഷൻ ഫോം തന്നെയാണോ REG 01. അതിലൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കോമ്പോസിഷൻ വേണോ? യെസ് വേണമെന്ന് പറയാം. കഴിഞ്ഞ് അങ്ങനെ ഓപ്റ്റ് ചെയ്യാം. ഓൾറെഡി അതായത് പുതിയതായിട്ട് രജിസ്ട്രേഷൻ എടുക്കുന്ന ആൾ, പ്രീവിയസ്ലി രജിസ്ട്രേഷൻ ഒന്നും എടുത്തിട്ടില്ല, ഓൾറെഡി GST രജിസ്ട്രേഷൻ ഉള്ളതാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾക്ക് സ്വിച്ച് ചെയ്യണം. അയാൾക്ക് എന്ത് ചെയ്യണം? കോമ്പോസിഷനിലോട്ട് മാറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്താൽ മതി? CMB 02 ഫയൽ ചെയ്താൽ മതി. CMB 02 ഫയൽ ചെയ്യുക. അപ്പോൾ CMB 02 തോന്നിയ പോലെ ഫയൽ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പം ഞാൻ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ റെഗുലറിലാണ് നോർമൽ സ്കീമിലാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ നടുവിൽ വെച്ചിട്ട് എനിക്ക് കോമ്പോസിഷനിലോട്ട് മാറാൻ പറ്റില്ല. അത് ശ്രദ്ധിക്കണം കേട്ടോ. പല ആൾക്കാർക്കും അത് അറിയില്ല. അതായത് കോമ്പോസിഷൻ സ്കീം എനിക്ക് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഫ്രഷ് ആയിട്ട് ഒരു പുതിയ ഫിനാൻഷ്യൽ ഇയറിനെ എനിക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴാണ്? CMB 02 അപ്ലൈ ചെയ്യേണ്ടത് പുതിയ ഫിനാൻഷ്യൽ ഇയർക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാം. അതായത് ഏപ്രിൽ 2026 തൊട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ
ഏപ്രിൽ 26 തൊട്ട് മുമ്പ് തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം CMB02 വഴി. ഓക്കെ, അത് മറക്കരുത്. അപ്പോൾ പുതിയ ഫിനാൻഷ്യൽ ഇയർ തൊട്ട്, അതായത് ദ കോമ്പോഷൻസ് ലെവി ഷാൾ ബി എഫക്റ്റീവ് ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ, അടുത്ത ഫിനാൻഷ്യൽ ഇയറിന്റെ ബിഗിനിങ് തൊട്ട് അപ്ലൈ ആവുക. ഓക്കെ, ഇനി കോമ്പോഷൻ സ്കീമിന്റെ നമ്മൾ ലിമിറ്റ് കണ്ടീഷൻസ് എന്തെങ്കിലും ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ലാപ്സ് ആവില്ലേ? ലാപ്സ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി ഞാൻ പുതിയതിലോട്ട് മാറണ്ടേ? അതായത് പുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ സ്കീമിലോട്ട് മാറണ്ടേ? അപ്പോൾ റെഗുലർ സ്കീമിലോട്ട് മാറാൻ വേണ്ടിയിട്ട് എത്ര ദിവസം സമയമുണ്ട്? അതായത് ഇപ്പം ഞാൻ കോമ്പോഷൻ സ്കീമിൽ ബിസിനസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് 1.5 കോടി കവിഞ്ഞ് 1.5 കോടി എക്സീഡ് ആയി. അപ്പോൾ പിന്നെ എനിക്ക് കോമ്പോഷനിൽ തുടരാൻ പറ്റില്ല, കാരണം ലിമിറ്റ് എക്സീഡ് ആയി, കണ്ടീഷൻ ബ്രേക്ക് ആയില്ലേ. ഞാൻ ഉടനെ തന്നെ എന്ത് ചെയ്യണം? റെഗുലർ മോഡലിലോട്ട് മാറണം. അപ്പോൾ റെഗുലറിലോട്ട് മാറാനുള്ള സമയപരിധി എത്രയാണ്? വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ മാറണം. പ്ലസ് ഞാനൊരു ഇൻറ്റിമേഷൻ ഫയൽ ചെയ്യണം, CMB04 എന്നുള്ള ഇൻറ്റിമേഷൻ ഫയൽ ചെയ്യും വേണം. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് കോമ്പോഷൻ സ്കീമിൽ വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഇൻപുട്ട് ടാക്സ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റൂല, കാരണം കോമ്പോഷനിൽ അത് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ അതായത് നോക്കിക്കേ, ഞാനിപ്പോൾ കോമ്പോസിഷനിൽ നിന്ന് റെഗുലറിലോട്ട് മാറി, കാരണം എനിക്ക് ലിമിറ്റൊക്കെ ബ്രേക്ക് ആയപ്പോൾ ഞാൻ മാറിയല്ലോ, വിഡ്രോ ചെയ്തല്ലോ. അപ്പോൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് ഗുഡ്സ് ഉണ്ട്, ഓൾറെഡി ഗുഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഗുഡ്സിൻ്റെ, അതായത് ഓൾറെഡി എൻ്റെ അടുത്ത് കുറച്ച് ഗുഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഗുഡ്സ് ഇനി മുതൽ റെഗുലർ സ്കീമിലല്ലേ വരുന്നത്, റെഗുലറിലല്ല ഇനി ടാക്സ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഗുഡ്സിൻ്റെ ഇൻപുട്ട് എനിക്ക് തരണ്ടേ? ഈ സ്റ്റോക്കിൻ്റെ ഇൻപുട്ട് എനിക്ക് തരണ്ടേ എന്നാ ചോദ്യം. തരുമോ? യെസ്, തരും. സത്യമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് പീരിയഡിൽ, അതായത് കോമ്പോസിഷൻ ഉണ്ടായിരുന്ന സമയത്ത് വാങ്ങി വെച്ച സാധനം, അന്നൊന്നും അതിൻ്റെ ഇൻപുട്ട് ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ല. ഞാൻ ഇൻപുട്ട് ക്ലെയിം ചെയ്യാത്ത കുറച്ച് സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇനി ഞാൻ കോമ്പോസിഷനിൽ നിന്ന് റെഗുലറിലോട്ട് മാറാൻ പോവാണ്, മാറി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോക്ക് ഇനി മുതൽ ഞാൻ വിൽക്കുമ്പോൾ കസ്റ്റമർ വെക്കുന്ന ടാക്സും കൂടി കൂട്ടിയിട്ടാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ ഇൻപുട്ട് ടാക്സ് എനിക്ക് തരണ്ടേ? ലോജിക്കലി കോമൺ സെൻസിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തരും. നമ്മൾ അപ്ലൈ ചെയ്താലും തരും, ഒന്നും ഇങ്ങോട്ട് വെറുതെ തരില്ല, നമ്മൾ അപ്ലൈ ചെയ്യണം. അതാണ് GST ഏറ്റവും വലിയ പ്രത്യേകത, ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്യുക. ഏത് അപ്ലൈ ചെയ്യേണ്ടത്? GST ITC 01 എന്നുള്ള ഫോം അപ്ലൈ ചെയ്യുക. എത്ര ദിവസം കൊണ്ട്? വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ അപ്ലൈ ചെയ്യണം. എന്നാൽ ആ സ്റ്റോക്ക് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിൻ്റെ ഇൻപുട്ട് നമുക്ക് തിരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, കോമ്പോസിഷൻ സ്കീമിൻ്റെ എല്ലാ പോർഷനും ഡിസ്കസ് ചെയ്തേ. ലാസ്റ്റ് ഒരു പോർഷനും കൂടി ഉണ്ട്, ഇവരുടെ റിട്ടേൺ ഫയലിംഗ്. കോമ്പോഷൻ സ്കീമുകാർ ക്വാർട്ടർലി ആണ് റിട്ടേൺ ഫയൽ ചെയ്യുക. ഇവർക്ക് അത് മന്ത്ലി അല്ല, ക്വാർട്ടർലി ഫയൽ ചെയ്താൽ മതി. ഫയൽ ചെയ്യുന്നതിൻ്റെ ഫോമിൻ്റെ പേരാണ് ഫോം GST CMB08. എന്താ ഈ റിട്ടേൺ ഫയലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റേറ്റ്മെന്റ് ഇടോ, സെയിൽസിന് കാണിച്ചു കൊടുക്കുക. സെയിൽസിന് ടാക്സ് അടക്കണ്ടേ? 1% 5% അടക്കണം എന്ന് പറഞ്ഞില്ലേ? അത് അടക്കുന്നത് ഈ റിട്ടേൺ കൂടെ അടക്കുക. അപ്പോൾ നമ്മൾ ക്വാർട്ടർലി ബേസിൽ എത്ര സെയിൽസ് നോക്കും, അതിൽ കാണിച്ചു കൊടുക്കും, ടാക്സ് അടക്കും. ഇതാണ് പരിപാടി. അത് അടക്കുന്ന ഫോമിൻ്റെ പേരെന്താ? CMB08. ഇത് ക്വാർട്ടർലി ബേസിലാണ്. ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് എപ്പോഴാണ്? ഒരു ക്വാർട്ടർ കഴിഞ്ഞ് അടുത്ത മാസം 18-ാം തീയതി. എക്സാമ്പിൾ ആയിട്ട് ഏപ്രിൽ ടു ജൂൺ ക്വാർട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഫയൽ ചെയ്യേണ്ടത് ജൂലൈ 18-ാം തീയതി. ഒരു ക്വാർട്ടർ കഴിഞ്ഞ് നെക്സ്റ്റ് മന്തിൽ 18-ാം തീയതിയാണ് ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് വരിക. ഇവർക്ക് ഇത് മാത്രമല്ല കേട്ടോ, അതായത് CMB08 മാത്രമല്ല, ഇവർ അഡീഷണലി ഒരു റിട്ടേൺ കൂടി ഫയൽ ചെയ്യണം, GSTR4. അതായത് ഇതൊരു ആനുവൽ റിട്ടേൺ ആണ്, വർഷാവർഷം ചെയ്യേണ്ട റിട്ടേൺ ആണ്, ക്വാർട്ടർലി ഒന്നും അല്ല. ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 30th ഏപ്രിൽ അല്ല, ഇത് അമെൻഡ് ചെയ്തിട്ടുണ്ട്, ജൂൺ ആണ്. അങ്ങനെ പഠിക്കണേ, ജൂൺ 30th ജൂണിലാണ് ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത്. അതായത് 2025-26 ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിൽ അതിൻ്റെ GSTR4 ഫയൽ ചെയ്യേണ്ടത് 2026 ജൂൺ 30-നാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് കോമ്പോസിഷൻ സ്കീം. ഇനി ഇതിലൊന്നും പഠിക്കാൻ ബാക്കില്ല, എല്ലാ പ്രൊവിഷനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓൾ പ്രൊവിഷൻ. അതിൽ അഡീഷണലി ഒരു കാര്യം പറയാനുള്ളത്, ഈ സെക്ഷൻ 10(2)A ഇല്ലേ, ഇത് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള കണ്ടീഷൻ സെയിം, ഞാൻ വായിച്ചിട്ടില്ല, സെയിം കണ്ടീഷനാണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 1 അനുസരിച്ച് നോർമൽ കോമ്പോസിഷനിലുള്ള അതേ കണ്ടീഷൻസ് തന്നെയാണ് ഇവർക്കും അപ്ലിക്കബിൾ. ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യണം, എന്താ പറയുക, ഇൻട്രസ്റ്റ് പാടില്ല, ആ കണ്ടീഷൻസ് ഒക്കെ ഇവർക്ക് സ്റ്റിൽ അപ്ലിക്കബിൾ ആണ്. ബാക്കി എല്ലാ പോർഷൻസും വി ഡിസ്കസ്ഡ്. ഐ തിങ്ക് കോമ്പോസിഷൻ മാനേജബിൾ ആയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഡു സം ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ കാര്യം പിടുത്തം കിട്ടും. അപ്പോൾ ഇതിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ അഗ്രിഗേറ്റ് ആണ് അവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ലിമിറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ലിമിറ്റ് നോക്കും, അതായത് അഗ്രിഗേറ്റ് ആണ് അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും, എന്നിട്ട് ചോദിക്കും കോമ്പോസിഷൻ സ്കീം എലിജിബിൾ ആണോ അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ചെയ്താൽ നോക്കുക, ആദ്യം അഗ്രിഗേറ്റ് ആണ് അവർ കണ്ടെത്തുക, എന്നിട്ട് സ്റ്റേറ്റ് ചെയ്താൽ നോക്കുക, അതിനനുസരിച്ച് ഉത്തരം കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് ഒരു കേസ് സ്റ്റഡി തരും, ഒരാൾ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സംഭവമാണ്, ഇയാൾക്ക് കോമ്പോസിഷൻ പറ്റുമോ എന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ അയാളുടെ തന്ന ക്വസ്റ്റ്യനിൽ ടേൺ ഓവറും കാര്യങ്ങളൊക്കെ നോക്കുക, കണ്ടീഷൻസ് എന്തെങ്കിലും ബ്രേക്ക് ആവുന്നോ നോക്കുക, ഉത്തരം കൊടുക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരിക. പിന്നെ ടാക്സ് ലയബിലിറ്റി കാണാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക, അതായത് മാനുഫാക്ചർ ആണെങ്കിൽ, ട്രേഡർ ആണെങ്കിൽ എങ്ങനെ ടാക്സ് വരിക എന്നുള്ള. അപ്പോൾ ടോട്ടൽ ടേൺ ഓവറും ടാക്സബിൾ ടേൺ ഓവറും എന്നുള്ള കാര്യം മറക്കരുത്. ഇത്രയേ ഉള്ളൂ കോമ്പോസിഷൻ സ്കീം. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇനിയും ഞാൻ വീഡിയോസിലൂടെ വരുന്നതായിരിക്കും. കമൻറ്റ് യുവർ ഫീഡ്ബാക്ക് ഓൾസോ, കമൻറ്റ് യുവർ സജഷൻസ് ഓൾസോ. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട്
കാണാം. അതുവരെക്കും ബൈ.